ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ തുർക്കി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് വരെ നമ്മളങ്ങനെ തുർക്കി എത്തി. ഞാനും ബൽക്കിയും കൂടി വളരെ കഷ്ടപ്പെട്ട് പട്ടിപ്പണിയെടുത്ത് ബോർഡറും ക്ലോസ് ചെയ്തു. കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു ആരാണ് നമ്മൾ സഹായിച്ചതെന്നുള്ളത്. അപ്പോൾ അഗൈൻ പറയാം, താങ്ക്സ് ടു തങ്ങളുടെ ടീം കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ തുർക്കിയിൽ നേരെ നമ്മളിപ്പോൾ ഇന്നലെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നു. ഞാൻ പിന്നെ മുടിയൊക്കെ മുറിച്ചു. പക്ഷേ ബൽക്കിക്ക് വാങ്ങിയ ഡ്രസ്സിൽ ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഹാഗിയ സോഫിയ, തോക്കാപ്പൂ, ഇങ്ങനെ മാക്സിമം ഇന്നൊരു ദിവസം നമ്മുടെ തുർക്കിയിൽ എല്ലാ ഏരിയാസും ഡേ ഇൻ തുർക്കി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. റെഡി അല്ലേ ബൽക്കി? ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. നല്ല തണുത്ത കാലടിക്കുന്നുണ്ട്. മഴ പെയ്യോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി വെക്കാനൊക്കെ ഭയങ്കര സേഫാണ്. പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ വന്ന് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് നോക്കുമ്പം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ പ്ലാൻ ക്യാൻസൽ ചെയ്തു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന പോലെ ഉള്ളത്, പക്ഷെ മഴ പെയ്യൂല കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ തുർക്കിയിൽ ഒരുപാട് റൈഡ് ചെയ്തു, സിറ്റിയിലെ കൂടി നമ്മൾ രണ്ടുപേരും കൂടി. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഭയങ്കര റൂഡ്, ഭയങ്കര ഫാസ്റ്റ് ഡ്രൈവാണ്. നമ്മൾ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിൽ കാണുന്ന പോലെ ആ ഒരു സ്റ്റാൻഡേർഡൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചില കാറുകൾ കറക്റ്റായിട്ട് ലൈൻ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ സ്പീഡില്ല, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ മെല്ലെ പോകുന്നതിനെ പറ്റിയിട്ട്. പക്ഷേ ഇവിടെ ആ ഡൈവൻ കയറുന്നുണ്ടോ, ഇൻഡിക്കേറ്റർ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ ചവിട്ടി ഒരു സ്റ്റേബിൾ അല്ല ഇവർ സിസ്റ്റം. ഇപ്പം നമ്മൾ മാളിലെത്തിട്ടോ. ഇത് ആക്ച്വലി തുർക്കിയിലെ ഫോറം മാളാണ്. നമ്മൾ ബാംഗ്ലൂർ നമുക്ക് ഫോറം മാളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തുർക്കിയുടെ സ്വന്തം ഫോറം മാൾ. എന്നാലും ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇപ്പം കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ പർച്ചേസ് ഇപ്പം ഭയങ്കര ചീപ്പായിരുന്നു എൽ സിയിലൊക്കെ. പക്ഷെ ഇത്തവണ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. ഒന്നറിയില്ല, ഇവിടെ എല്ലാത്തിനും വില കൂടി എനിക്ക് തോന്നുന്നത്. എന്നാലും ഞങ്ങൾ ഒരു ഡ്രസ്സൊക്കെ എടുത്ത്, ഇപ്പോൾ ഈ ഇട്ട ടീഷർട്ട് ഉണ്ട്, ഇതിന് ഏകദേശം 2000 സംതിങ് ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു തന്നാൽ ഇവിടെ നിന്ന് എടുക്കേണ്ട, നമുക്ക് നാട്ടിൽ പോയിട്ട് നമുക്ക് നാട്ടിൽ നമ്മൾ മാളിൽ നിന്ന് വാങ്ങാന്നുള്ളത്. കാരണം ചില സമയത്ത് ചില രാജ്യങ്ങളിൽ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൽ സി നമുക്കിത് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ ബൽക്കി വന്ന് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാലും വാ, ബ്ലാക്കും വൈറ്റും. ഞങ്ങൾ തമ്മിൽ ഹൈ ഡിഫറൻസ്. ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങനെ ഉണ്ട് നിൽക്കല്. ബൽക്കി പറയാം, ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. കാരണം ഇത്ര ദിവസം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എനിക്കൊരു ബാഡ് ഫീലായിരുന്നു. കാരണം അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വലിയൊരു വൃത്തി ഉണ്ടാവില്ലോ. റൈഡിൻ്റെ സമയത്ത് നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു കോലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുടി മുറിക്കാൻ വരുന്നതിന് മുന്നേ ഒരു കോലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുടി മുറിച്ചതിന് ശേഷം ഇങ്ങനെ. അപ്പം അത് റൈഡറുടെ കോലെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു എക്സിക്യൂട്ടീവിൻ്റെ ലുക്ക് വരണമെന്നില്ല. ഒരു പഴയ ഡ്രസ്സും ഒക്കെയാണ് ഉണ്ടാവുക. ചിലപ്പോൾ ജാക്കറ്റൊക്കെ ഇറക്കി ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. കാരണം വേറെ ഓപ്ഷൻ ഇല്ലേ, ഓൾവേസ് നമ്മൾ ബൈ റോഡിലല്ലേ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് ടു നമ്മളെ കോലത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ കോലം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പല ആൾക്കാരും ചിലപ്പം ഈ റൈഡേഴ്സിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഇതേത് പിച്ചക്കാരെന്ന് ഇരിക്കും. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാം. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വണ്ടി ഇല്ലാതെ, ഇപ്പം വണ്ടി ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് അറിയാം നമ്മൾ റൈഡേഴ്സ് ആണെന്നില്ലേ. വണ്ടി ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പാർക്കിങ്ങിൽ വെച്ച് നമ്മൾ രണ്ടുപേരും ആ റൈഡറുടെ കോലത്തിൽ അകത്തേരിക്കുന്ന ആൾക്കാർക്ക് ഇതേത് പിച്ചക്കാരെന്നുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ആ മാളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബൽക്കി സൂപ്പർ വെതറാണല്ലോ. പുറത്തിറങ്ങുമ്പോൾ ഇതേ മഴ പെയ്താൽ നമുക്ക് ഇന്ന് പണി കേട്ടോ. ഇത്ര ദിവസം നമുക്ക് പണിയില്ലായിരുന്നു, നമ്മൾ റൈഡിലായതുകൊണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് മഴ നനഞ്ഞാൽ നല്ല രസമുണ്ടാവും. പിന്നെ നമ്മൾ കറക്കമൊക്കെ വെള്ളത്തിലാകും കേട്ടോ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് ഹാഗിയ സോഫിയ, വൈറ്റ് മോസ്ക്, തോക്കാപ്പൂക്ക് ഉള്ള ഏരിയയിലൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു ഗല്ലീൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഇവിടെ ഒരുപാട് ഇന്ത്യക്കാർ നമുക്ക് എക്സ്പെക്ട് ചെയ്യും, ഒരുപാടുണ്ടാവും. അപ്പം നമുക്ക് 2 കിലോമീറ്ററാണ് ഇവിടുന്ന് ഈ ഒരു ഹാഗിയ സോഫിയൻ്റെ ലൊക്കേഷനിലൊക്കെ ഉള്ളത് കേട്ടോ. മഴ പാറുന്നതാണ് പ്രശ്നം. മഴ പെയ്യുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറെ എത്തൂല. കാരണം ഇവിടെ വെതർ റിപ്പോർട്ട് നോക്കുമ്പം നമുക്ക് 2:30 മണിക്ക് മഴ കാണിക്കുന്നുണ്ട്.
ഇതാണ് ഫേമസ് തുർക്കിഷ് സ്വീറ്റ്സിൻ്റെ ഷോപ്പ്. നമുക്ക് ദുബൈയിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഒട്ടോമൻ കിച്ചൺ, ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ പേരും വെച്ചിട്ട് റെസ്റ്റോറൻ്റൊക്കെ വെച്ച് നടത്തുന്നതല്ലേ. ഇപ്പം നമ്മൾ മുഗൾ ചിക്കൻ എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ. ഞാൻ പോസ് ചെയ്യുന്നയാ. ഏത് പൊട്ടനാ വണ്ടി എടുക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. മുമ്പിൽ തോന്നി കുന്നിൻ്റെ മണ്ടയിൽ വെച്ചിട്ടാണ് ഇത്. ഈ മുമ്പിലെ കാറുകാരൻ കണ്ടോ, ഓനൊരു അകിട് വീട് ഡ്രൈവിംഗ് ആണേ. എന്ന് വെച്ചാൽ ഓൻ തോന്നുമ്പോൾ നിർത്തുക, തോന്നുമ്പോൾ പോവാ. എന്തോ പോലെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാകുന്നില്ല. എന്തേ അതല്ല, ഓനാ പൊട്ടങ്ങൾ കളിക്കുന്നുണ്ട്. നമുക്ക് കൂളായിട്ട് പോകാനല്ലേ ഉള്ളത്. ഓൻ്റെ പൊട്ടങ്ങൾ കാരണമാണ്, വേറൊന്നല്ല. ആ അതേപോലെ തന്നെ ഇത്. പക്ഷെ അന്ന് നമ്മൾ ബൈക്കല്ലല്ലോ, കാറായിരുന്നില്ലേ. നമുക്കിനി 650 മീറ്റർ ഉള്ളത് മുഴുവനും ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എനിക്ക് എല്ലാം കൺട്രോൾ ചെയ്യണേ. അല്ല എന്തെങ്കിലും സാധനങ്ങളും വാങ്ങുമ്പോൾ വാങ്ങണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലേ അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യണം. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കണം, ഓ എൻ്റെ പാവപ്പെട്ട ഹസ്ബൻഡ്, എൻ്റെ ലവ്ലി ഹസ്ബൻഡ് പാവമാണ്. അപ്പോൾ ഇതാണ് ഹാഗിയ സോഫിയ പള്ളി കേട്ടോ, ഈ നമ്മൾ ഈ വശത്ത് കാണുന്നത്. അപ്പം അത് അവിടുത്തെ ബ്ലൂ മോസ്കാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ബാങ്ക് ആക്ച്വലി ഹാഗിയ സോഫിയ പള്ളിയിൽ നിന്ന് വരുന്ന ബാങ്ക് കേട്ടോ. എല്ലാ ടൂറിസ്റ്റുകളും ബാങ്ക് കേട്ട് നിൽക്കുന്നത്. രണ്ട് പള്ളിയിലും, ആ ബ്ലൂ മോസ്കിലാണെങ്കിലും ഹാഗിയ സോഫിയ രണ്ട് പള്ളിയിലും മാറി മാറി ബാങ്ക് വരുന്നുണ്ട്. ഇവിടുത്തെ വരികൾ കഴിഞ്ഞാൽ ഇത് അവിടുത്തെ വരികൾ കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിട്ടുള്ളത്. അപ്പോൾ ഇത് മെട്രോ നമ്മൾ മുന്നിലൂടെ പോണത്. ഇവിടെ പൗലോസിൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ പോലീസുകാർ ആക്ച്വലി വന്ന് നോക്കി ഒരു പ്രശ്നമൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഹാഗിയ സോഫിയ പള്ളിയിൽ സാധാരണ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്ത് കയറാൻ ടിക്കറ്റിന് ആവശ്യമില്ല കേട്ടോ, ഫ്രീ ആണ്. അപ്പം പക്ഷേ ബൽക്കി ഈ ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് ഈ ഒരു ഡ്രസ്സിൽ നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കയറാത്തത്. കാരണം നമ്മൾ വെറുതെ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഉള്ളിക്കേട്ട് കണ്ടിട്ട് കാര്യമില്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. വിസിറ്റേഴ്സിൻ്റെ വേറെ സ്ഥലമുണ്ട്, അവിടെ ജാതി മതമന്യേ എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം. പക്ഷേങ്കിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് മുസ്ലിംസിന് മാത്രമേ ഏരിയയിൽ കൂടെ പ്രവേശനമുള്ളൂ കേട്ടോ. അവർ അവിടെ കയറും വരെ ചോദിക്കുന്നത്, അവിടെ ചോദിക്കുന്നുണ്ടോ മുസ്ലിംസ് ആണോ, നിസ്കരിക്കാൻ മാത്രം അലൗഡില്ലെന്ന് പറഞ്ഞില്ല ആ ഏരിയയിൽ. അപ്പോൾ ഇത് ബൽക്കിൻ്റെ ഫേവറേറ്റ് കോണ് നമ്മൾ നിന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? സാധാരണ നാട്ടിൽ നിന്ന് കോണല്ലോ, വലിയ മാറ്റമൊന്നുമില്ല, ഉപ്പിട്ടിരുന്നല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ട, സെക്കൻഡ് പേയ്മെൻറ്റ് എടുക്കട്ടെ. ഇവിടെ കുറേ കാലമായിട്ട് പറഞ്ഞൊരു പേരാണ് തുർക്കി എന്നുള്ളത്. അപ്പോൾ എല്ലാം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറാൻ തുടങ്ങിയില്ലേ.
പിന്നെ തുർക്കിയിൽ വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഉസ്താദ് ഉള്ളത് വളരെ നല്ലതാണ്. കാരണം ഇവിടെ ഈ ടൂർ ആൻഡ് ട്രാവൽസ് കമ്പനി നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിൽ തന്നെ ഇവിടെ വന്ന് മതപരമായിട്ട് പഠിച്ച് അറിവ് നേടിയ ആൾക്കാരാണ് കേട്ടോ. ഇവരുടെ കൂടെ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വന്നാൽ ഇത് ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും. അതല്ല, നിങ്ങൾക്ക് മതപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മതപരമായിട്ട് അറിവുള്ള ആൾക്കാരുടെ കൂടെ തന്നെ വരണം കേട്ടോ. ഞാനിപ്പോൾ കണ്ടോ ഈ പാവത്തിനും കൂടെ തന്നെ ബബ്ബായിരുന്നു. അറിവുള്ള ആരെങ്കിലാണ് ഇവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നത്. ഈ ബൽക്കിൻ്റെ ഇൻസ്റ്റ നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. ഇവിടെ ഫോട്ടോസൊക്കെ കോമഡിയാണ്. കാരണം എടുക്കാൻ എനിക്കും അറിയില്ല, പോസ്റ്റ് ചെയ്യാൻ അവർക്കും അറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ തവണയാണ് ഞാനിതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അവിടെ തോക്കാപ്പൂ ഉണ്ട്. തോക്കാപ്പൂവിൻ്റെ വേറെ കാര്യമുണ്ട്. തോക്കാപ്പൂവിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ $20 $25 എങ്ങാണ് എൻട്രൻസ് ഫീസ്. ഇത്തവണ അവനെ കുത്തനെ കൂട്ടി 70-80 എങ്ങാണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഉള്ളിലേക്ക് പോകുന്നില്ല എന്ന് വെച്ചു. നല്ല അടിപൊളി ഫൗണ്ടൈൻ കേട്ടോ. ഫൗണ്ടൈൻ്റെ ഒരു വശത്താണ് ബ്ലൂ മോസ്ക് വരുന്നത്, മറ്റേ വശത്തേക്ക് ഹയാ സോഫിയ. ഹയാ സോഫിയൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് പേരുടെ തെറി പറഞ്ഞിരുന്നു. ക്രിസ്ത്യൻസ് വിഭാഗത്തിൻ്റെതാണ്, മുസ്ലിംസ് വിഭാഗത്തിനെന്നൊക്കെ പറഞ്ഞു. എനിക്ക് രണ്ടും ഒരു വിഷയമുള്ള കേസല്ല സംഭവം. ഞാൻ എന്താ പറയുക, ഞാൻ വേറെ തന്നെ ഒരു കാറ്റഗറിയാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണ്. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവൻ്റെ മതമോ ജാതിയോ ഒന്നും ഞാൻ നോക്കുന്നില്ല, നോക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഫാമിലീസ് ആട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ കൂടെ ഉണ്ടാവും. അത് ഏത് വിശ്വാസമാണെങ്കിലും അത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവും. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടോ ബൽക്കിനെ ഞാൻ സംരക്ഷിക്കുന്നുണ്ടോ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ മലയാളികൾ. ബ്രോ ഡോണ്ട് ഗീവ് ഓക്കെ. തുർക്കിയിൽ വന്നിട്ടില്ലേ നിന്നെ തുർക്കിഷ് ഐസ്ക്രീമിനെ പറ്റി എടുത്തോ. Caramel, vanilla, chocolate, blackberry, lemon and mix. ഏതാ വേണമെങ്കിൽ പറ. ഓക്കെ മിക്സ് ബ്രോ. Yeah. നിനക്കില്ല, നീ ഒരു പെണ്ണാണെങ്കിൽ നീ അത് വാങ്ങാം. അടുത്ത ഓൻ തരുമ്പോൾ ഓനെ കൈ പിടിച്ചേ അപ്പഴും കിട്ടും. അത് എനിക്കറിയില്ല സത്യം എന്താണെന്നുള്ളത്. നല്ലതാ നല്ലതാ, ദേഷ്യം പിടിച്ച കാര്യമില്ല, നല്ലതാ. ഓക്കെ നോ ബ്രോ, നോ ബ്രോ, ഓൺലി വൺ. അതുപോലെ തന്നെ ഇപ്പോൾ ഐസ്ക്രീമിന് നാട്ടിലത്തെ 1200 രൂപയാണ് ഗൈസ്. 1200 ഐസ്ക്രീം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലോകത്തിൽ ഏത് ടൂറിസ്റ്റ് സ്പോട്ട് ഉപയോഗിക്കുന്നാലും എന്ത് വാങ്ങുന്നതിന് മുന്നും വില പറഞ്ഞ് ഉറപ്പിക്കണം. വില പറഞ്ഞ് ഉറപ്പിക്കാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല പണിയിടും. ഇപ്പം എനിക്ക് കിട്ടിയതുപോലെ. പക്ഷെ പിന്നെ എൻ്റെ മുത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. മഴ പെയ്തതിന് മുന്നേ കൊണ്ടുകൂടി അത് മേക്കപ്പ് ഒലിച്ചോന്നുണ്ടോ നമ്മളെ. ഓ ഇതാറാ ചൊവന്ന തൊപ്പിയും കുപ്പായൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിവിടെ ഒരുപാട് തട്ടിപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും കെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് തട്ടിപ്പുണ്ടാവും. ഇവർ തട്ടിപ്പാറുണ്ട്. ഇവർ ബിഗ് ബോസിൻ്റെ ആൾക്കാരാണ്. സോറി, അവരെ കാണിക്കുക പറഞ്ഞു അവർ തെറ്റിദ്ധരിക്കരുത്. അവരൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ ഇപ്പോൾ നമ്മൾ ഈ ഏരിയ മൊത്തം കവർ ചെയ്തിട്ടോ. നമ്മൾ കറങ്ങി. ഇനിയിപ്പം നമ്മൾ ഗലാട്ട ടവറിന് അങ്ങോട്ടേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടെ നമുക്ക് ഇറങ്ങി തീർക്കണം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണത്. ഈ ഫ്രെയിം നിങ്ങൾ നോക്കിയാൽ ഹയാ സോഫിയൻ്റെ മുമ്പിൽ നമ്മളെ സ്വന്തം വണ്ടി. ഒരു രസമാണ് കാണുമ്പോൾ ഒരു പ്രൗഡാണ്. Did you wait too long? Tell him that you love him but he's already gone, darling. Did you make two wrongs? Know that daddy never made it right before, darling. You were never made to be the judge, darling. You never changed, just wait for me to budge, darling. അങ്ങനെ ആ കട്ട ബ്ലോക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഓഹോ നല്ല ഗേൾസാണല്ലോ വണ്ടി മൊത്തത്തിൽ. ബൽക്കി നമ്മൾ ഇടതുവശിക്കുന്ന വണ്ടിയില്ലേ, അതിൽ നല്ല 2 ആൻറ്റിമാർ എന്നിട്ട് പാട്ടൊക്കെ കയറി സിഗരറ്റെല്ലാം വിളിച്ചിട്ട്. എങ്ങനെയുണ്ട്? ഓക്കെ. അല്ല നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിയുമ്പോഴേ എൻ്റെ ക്യാമറയിൽ നമുക്ക് ഇവരെ കാണിച്ചു കൊടുക്കാം നമ്മൾ ഫോളോവേഴ്സിന്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നല്ല മീനിൻ്റെ മണം വരുന്നില്ലേ? അത് താഴെ ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റ്. അവിടുന്ന് മീൻ പിടിക്കുക, ഇവിടുന്ന് ചുട്ടുന്നു. അതാട്ടോ. എന്തിനാ ഇവൻ റോഡ് മുമ്പിൽ വണ്ടി നിർത്തി പഠിച്ചോനെ.
ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഗ്രാൻഡ് ബസാറിലേക്കാണ്. ഗ്രാൻഡ് ബസാർ തുർക്കിയിലെ പഴയ ബസാർ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് ഏതായാലും ബൽക്കിയൊക്കെ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്രാൻഡ് ബസാറിൻ്റെ അടുത്ത് തരാം കേട്ടോ. തുർക്കിയിലെ തന്നെ വലിയൊരു മാർക്കറ്റ്, ഇത് ഭയങ്കര വലിയ മാർക്കറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പഴയ മാർക്കറ്റുമാണ്. നമ്മൾ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 2 ലൈറ്റൊക്കെ വാങ്ങിയിരുന്നു. ഞാനതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഞാൻ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഹോണ്ടൻ്റെ ആഫ്രിക്ക ടിൻ്റെ അടുത്ത് റൈഡ് ചെയ്തിട്ടില്ലേ, അറിയാത്ത ആൾക്കാരോടാണ്. ഞാൻ തുർക്കിയിൽ വന്നിട്ട് ഹോണ്ടൻ്റെ ആഫ്രിക്ക ടിൻ്റെ വണ്ടി എടുത്തിട്ട് തുർക്കിൻ്റെ ഏകദേശം മുക്കും മൂലി ഞാൻ അരിച്ച് പറിക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു മണഗുണാശനം കൊണ്ട് റോഡും ഒരു വണ്ടി കുറിച്ച് ഇപ്പോൾ എന്ത് പൊട്ടണം ഇത്. ഇങ്ങോട്ടേക്ക് അവിടെ സെക്യൂരിറ്റിൻ്റെ ബാരിക്കേഡ് ഉണ്ട്. ഈ ഷോപ്പുകാർക്കും അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം ഇവിടെ എൻട്രൻസിൽ കേട്ടോ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കയറി. കാരണം ബൈക്ക് ആയതുകൊണ്ടാണ്. കാറാകുമ്പോൾ നമുക്കത് പോസിബിളല്ലോ. ഇത്രയ്ക്ക് ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്കിവിടെ വെച്ചിട്ട് നടന്നാലോ നല്ല. അവിടെ വെക്കാം, അവിടെ പാർക്ക് ചെയ്ത് നടക്കാം നമുക്ക്. ഓക്കെ, അങ്ങോട്ട് വണ്ടി പോകുന്നതാണെന്ന് നോക്കാം. ഷോപ്പ് ചെയ്യണ്ടോ? വണ്ടി പാർക്ക് ഇട്ടോ വെയിറ്റ്. ഗ്രാൻഡ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൂടി വണ്ടി എടുത്തിട്ട് പോകുന്നു. എന്ത് രസമല്ലേ. ഉണ്ട്, ബൈക്സ് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ സൈഡാക്കാം നമുക്ക്. ഇവിടെ വെക്കാം, വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. എങ്ങനെ അങ്ങോട്ട് പോകണമെങ്കിൽ പോവാം. സാധാരണ പോകുന്ന പോലെ പോവും. ആ ബൈക്ക് പോകുന്നുണ്ടോ? പോകുന്ന പോലെ പോവും. സോറി, യപ്പ്. ഹായ്. You want to say something? Yeah, I like this place. What do you think about it? It's good. So where are you guys from? Different places. Russia, Germany. I've been in Moscow with this bike. Oh, really? Yeah. I started from Georgia. Then I went to Moscow. Then I went to Lithuania from there. Yeah. We were in Germany also. So who else? Which country? Who else with you? Like Germany, Russia then? Sorry? Germany, Russia then? Slovenia. Yeah, we were in Slovenia too. Wow. How many gasoline do you need for this trip? I have done as of now 33 countries. So we have almost 67 remaining to complete the 100. Yeah. Good luck. Thank you. ഇപ്പം അതാണ് കോമഡി കേട്ടോ. ഒരുത്തർ ജർമ്മനി, ഒരുത്തർ റഷ്യ, ഒരുത്തർ സ്ലൊവേനിയ. നമ്മളിവിടെ ഒക്കെ പോയതാ. ഇതിനുള്ളിൽ കേട്ടുന്നോ?
അതിനുള്ളിൽ പോവുകയും ചെയ്യും. കട്ടാക്കാണ്. എന്നാലും ബൽക്ക് ഈ സാധനം നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ അല്ലേ? എന്നാൽ ഈ മുതൽ നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നില്ല. അതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. എന്തായാലും എന്നേ കേട്ടില്ല. നൈറ്റിൻ്റെ അടുത്ത് അറിയിക്കോ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി. അല്ല അവിടെ പാർക്ക് ചെയ്യണം. മുമ്പോട്ട് സ്പേസ് ഉണ്ടോ? ആ കയറിക്കോ, അവിടെ വെക്കാം, ലാസ്റ്റ് വെക്കാം. കയറിക്കോ. ഇവിടെ നൈറ്റ് ഇടും, നിർത്തി ശരിയാവല്ലോ. ഞാനിവിടെ പാർക്ക് ചെയ്യാൻ വെച്ചതാണ്. ചെന്ന് ഈ നൈറ്റ് വന്നപ്പോൾ എൻ്റെ മൂഡ് പോയി. ചിലപ്പോൾ നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിലോ നൈറ്റ് വേണമെന്ന്. എൻ്റെ മോനെ, ഗ്രാൻഡ് ബാസാർ എത്തി. ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇവിടെ ഇറക്കും. ഞാൻ അവിടെ വണ്ടി കയറ്റി വെക്കട്ടെ. ഈ ഒരു എന്താ പറയുക ഗ്രാൻഡ് ബസാർ അല്ലെങ്കിൽ ഇവിടുത്തെ പഴയൊരു സൂക്കിനുള്ളിൽ രണ്ടാമത്തെ തവണ വിസിറ്റ് ചെയ്യുന്നത്. എനിക്ക് റിപ്പീറ്റഡ് വരുമ്പോൾ ഒരു മൂഡില്ല ഗൈസ് ബ്ലോഗ് ചെയ്യാൻ. നിങ്ങൾ ശരിക്കും പഴയ വർഷം പുതിയ വർഷം കാണുന്നില്ല. അന്ന് കൊറോണ സമയത്താണ് വന്നത്. ഇതിപ്പോൾ പുതിയ വർഷം കേട്ടോ. പിന്നെ അന്ന് വന്നപ്പോൾ ഇവിടെ സാധനങ്ങൾക്ക് ഭയങ്കര വില കുറവായിരുന്നു. ഇപ്പം സാധനങ്ങളുടെ വില കൂടിയില്ലെന്നറിയില്ല. നമ്മൾ ആക്ച്വലി ഇവിടുത്തെ ഈ ഫോട്ടോക്കാൻ വന്നിട്ടുള്ളത് ഇത് 300 ലിറയാണ്. പക്ഷേ ലാഭമാണ്, കാരണം നമുക്കൊരു ഫോട്ടോ ഒരുമിച്ച് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ രാജാക്കന്മാരെ പോലെ ഫോട്ടോ എടുക്കാൻ പോട്ടോ. അടിപൊളി ഫോട്ടോസൊക്കെ എടുത്താൽ സൂപ്പർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബൽക്കി ഇപ്പോഴാണ് ശരിക്കും രാജ്ഞിയാക്കിയത് കേട്ടോ. എന്തോ എനിക്ക് ഫോട്ടോ നീ എന്നെ കെട്ടുന്ന ശേഷം രാജ്ഞിയാതല്ലേ? അത് ശരി കേട്ടോ. അപ്പം ഇതെന്ത് സംഭവം? ഇത് ഈ ഒരു സൂക്കിലേക്കുള്ള എൻട്രൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക്. യെസ്, ഇതാണ് സൂക്കിലേക്കുള്ള എൻട്രൻസ്. ബൽക്കി ഇതാണ് ഒറിജിനൽ ഓൾഡ് ഗ്രാൻഡ് ബസാർ സൂക്ക് കേട്ടോ. ഇവിടെ ഓരോ ഏരിയയും ഓരോന്ന് വെക്കുന്നുണ്ട്. ഇതിപ്പം ഗോൾഡാണ്. പിന്നെ ഇവിടെ ഒരുപാട് കള്ളന്മാരും സ്കാമേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ കയറിയാണ് ഒരുപാടുണ്ടാവും. ലോകത്തെ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ തുർക്കിയിലും ഒരുപാട് കള്ളന്മാർ, ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നോവേഷൻ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് പോകണേ. എന്താണെന്ന് വെച്ചാൽ ഇടത്തോട്ടൊക്കെ അവിടെ ഗോൾഡാണ്. ഗോൾഡ് പ്രത്യേകിച്ച് നമുക്ക് കണ്ടിട്ടൊന്നും വാങ്ങാനും പിടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ടാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും കിട്ടണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോട്ടോ, കാരണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബൈക്കൊക്കെ ഞാൻ എടുത്തിട്ട് കയറിക്കോ. ബൈക്കിൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിലത്തെ കവർ ഞാൻ എടുത്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9.6 കിലോമീറ്ററാണ് റൂമിലേക്ക്. പിന്നെ മാറ്റിയ ടയർ ഇനിയിപ്പോൾ ചവിട്ടിയാൽ കിട്ടുമെന്നുള്ളത് പഠിച്ചവനക്കറിയാം. സോ അതുകൊണ്ട് പരീക്ഷണമായിട്ടിത്. കോണ് വേണം, കോട് ചൂടില്ല കോണ്. ഇവിടുത്തെ മെട്രോ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. ഓക്കെ, നീല കടലിങ്ങനെ മുങ്ങി നിൽക്കുന്നുണ്ടോ. മഴയും മെട്രോ മൊത്തത്തിൽ നല്ലൊരു ഫീലുണ്ട്.
തുർക്കിയിൽ വന്നതിന് ശേഷം 2 തവണ പെട്രോൾ തീർന്ന ബൈക്കായിട്ട് വണ്ടി. നമ്മൾ ഇന്നലെ വരുന്ന ബൈക്കും ഈ പറഞ്ഞ ഉഷാക്കാരൻ്റെ വീടിൻ്റെ അടുത്ത് എത്തുന്നതിന് 3 മിനിറ്റ് മുന്നേ ബൈക്കായി. ഇപ്പോൾ 2ാമതും ബൈക്ക്. കാരണം ഞാൻ ഇന്നലെ പെട്രോൾ ഫുൾ അടിച്ചില്ല. ഇവിടുന്ന് നമ്മൾ ഷിപ്പ് ചെയ്യുമ്പം പെട്രോൾ മൊത്തം വരെ ഒഴിവാക്കിപ്പിക്കും. അപ്പോൾ എന്തിനാ പറയുക, നല്ല പൈസയാണ്. 130 രൂപ 150 രൂപേൻ്റെ അടുത്ത് പെട്രോളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ 10 ലിറ്റർ അടിച്ചിരുന്നു. പിന്നെ ഇന്ന് ആ ടൗണിൽ കയറിയപ്പോൾ ഫുള്ളും ഇതായിപ്പോയില്ലേ, തിരക്കിലായിപ്പോയില്ലേ. അതുകൊണ്ട് മെല്ലിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറേ എണ്ണ കത്ത്. 10 ലിറ്ററിന് 150 കിലോമീറ്റർ ഓടുന്നത് ഞാനാണ്. അങ്ങനെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ റെഡി ആയിട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 25 ദിവസം കണ്ടിന്യൂസ് റൈഡ് ഉണ്ടായിരുന്നു. ഏകദേശം 6000 മുതൽ 7000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഞാൻ ഈ ഒരു യാത്രയിൽ കിട്ടിയ ഏറ്റവും വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടാകുമ്പോഴും എൻറ്റയർലി ഡിഫറെൻ്റ് കേട്ടോ. അപ്പം ബൽക്കി, നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നോ? ആഗ്രഹങ്ങളൊക്കെ നടന്നോ? നടന്നില്ലേ? യൂറോപ്പ് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഫൈനലി? യൂറോപ്പ് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രതീക്ഷ പോലെ എന്തെങ്കിലും ഉണ്ടോ? നല്ലതാണ്, പക്ഷേ എപ്പോഴും കാണുമ്പോൾ രസം ഉണ്ടാവില്ല. പിന്നെ ഇതാണിപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ്. ഇങ്ങോട്ടൊരു ഫുൾ കാലടിച്ച് വന്നതാണ്. 2 ഹെൽമെറ്റ് അവിടെ ഉണ്ട്. അതുപോലെ ഇതെൻ്റെ റൈഡിങ് ജാക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി ഞാൻ അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ സമ്മറി വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത നാട്ടിലെത്തി ചെയ്യുന്നതായിരിക്കും, രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് മീൻ എ ലോട്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ വിഷമഘട്ടങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അടിപൊളി വീഡിയോസ് രണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.